നമസ്കാരം, എൻ്റെ പേര് ജോവാൻ ലില്ലി. ഇന്നത്തെ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. NSDL IPO അടുത്ത മാസം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെപ്പോസിറ്ററിയായ NSDLൻ്റെ IPO അടുത്ത മാസം നടത്തുമെന്ന് കമ്പനിയുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അറിയിച്ചു. 3000 കോടി രൂപയാണ് കമ്പനി IPO വഴി സമാഹരിക്കുന്നത്. IPOയ്ക്ക് കഴിഞ്ഞ ഒക്ടോബറിൽ സെബിയുടെ അനുമതി ലഭിച്ചിരുന്നു. ഓഫർ ഫോർ സെയിൽ വഴി 5.72 കോടി നിലവിലുള്ള ഓഹരികളാണ് വിൽക്കുന്നത്. ഓഹരി ഉടമകളായ IDBI ബാങ്ക്, NSE, SBI, HDFC ബാങ്ക്, യൂണിയൻ ബാങ്ക് എന്നിവ ഓഹരികൾ വിറ്റഴിക്കും. IPO രേഖകൾ സമർപ്പിക്കുന്ന സമയത്ത് NSDLലെ 2% ഓഹരികൾ വിൽക്കുമെന്ന് HDFC ബാങ്ക് അറിയിച്ചിരുന്നു. IDBI ബാങ്കും NSEയും യഥാക്രമം 26%, 24% ഓഹരികളാണ് കൈവശം വയ്ക്കുന്നത്. SBI, യൂണിയൻ ബാങ്ക്, കാനറ ബാങ്ക് എന്നിവയാണ് മറ്റ് ഓഹരി ഉടമകൾ. IDBI ബാങ്ക് 2.22 കോടി ഓഹരികളും, NSE 1.8 കോടി ഓഹരികളും, യൂണിയൻ ബാങ്ക് 56.25 ലക്ഷം ഓഹരികളും, SBI 40 ലക്ഷം ഓഹരികളും ഓഫർ ഫോർ സെയിൽ വഴി വിൽക്കും. BSEയിലായിരിക്കും NSDL ലിസ്റ്റ് ചെയ്യുന്നത്. ഒക്ടോബർ-ഡിസംബർ ത്രൈമാസത്തിൽ 30% NSDL കൈവരിച്ച ലാഭവളർച്ച. മുൻ വർഷം സമാന കാലയളവിലെ 66.09 കോടി രൂപയിൽ നിന്നും 85.8 കോടി രൂപയാണ് ലാഭം വളർന്നത്. നിഫ്റ്റി 22,800 താഴെ. തുടർച്ചയായ 4ാമത്തെ ദിവസവും ഓഹരി വിപണി നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. നിഫ്റ്റി 22,800 പോയിന്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. തിരുത്തൽ തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ള ക്ലോസിംഗ് ആണിത്. സെൻസെക്സ് 424 പോയിന്റ് ഇടിഞ്ഞ് 75,311ലും നിഫ്റ്റി 117 പോയിന്റ് നഷ്ടത്തോടെ 22,795ലും വ്യാപാരം അവസാനിപ്പിച്ചു. 1,540 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 2,015 ഓഹരികളുടെ വില ഇടിഞ്ഞു. 81 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, BPSL, അദാനി പോർട്സ്, ടാറ്റ മോട്ടോഴ്സ്, വിപ്രോ എന്നിവയാണ് ഇന്നു കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, SBI, ടാറ്റ സ്റ്റീൽ, ഏഷ്യർ മോട്ടോഴ്സ്, L&T എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ. മെറ്റൽ ഒഴികെയുള്ള എല്ലാ മേഖലാ സൂചികളും ഇന്ന് ഇടിവ് രേഖപ്പെടുത്തി. നിഫ്റ്റി ഓട്ടോ, ഫാർമ, മീഡിയ, ഓയിൽ ആൻഡ് ഗ്യാസ്, റിയൽ എസ്റ്റേറ്റ്, PSU ബാങ്ക് സൂചികൾ 0.5% മുതൽ 2.5% വരെ ഇടിഞ്ഞപ്പോൾ മെറ്റൽ സൂചിക 1% ഉയർന്നു. BSE മിഡ് ക്യാപ് സൂചിക 1.18%, സ്മോൾ ക്യാപ് സൂചിക 0.43% നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു.